പടച്ചോന് മനുഷ്യന്മാർക്കൊക്കെ കൊടുക്കുന്നൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതെന്താണെന്നറിയോ? പല രൂപത്തിലുള്ള പ്രൊട്ടക്ഷൻ, പ്രാർത്ഥനകൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ പടച്ചോൻ ഉമ്മമാരുടെ കൈകളിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് മക്കളുടെ പ്രൊട്ടക്ഷനാണ്. അതെന്താണെന്നറിയോ? ഒരിക്കലും പടച്ചോൻ തട്ടിക്കളയാത്തൊരു പ്രാർത്ഥന. ഞാനെപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയലുണ്ട്, നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ അവസാനം എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറയുമ്പോൾ അവസാനം ഉമ്മൻ്റെ കൈയാണ് അവസാനം ഉമ്മനെയാണ് കെട്ടിപ്പിടിക്കുക. ഉമ്മനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഉമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ പറയും, ഉമ്മച്ചിയെ പോവുകയാണ്, പ്രതീക്ഷയൊന്നുമില്ല, നിങ്ങൾ ദുആ ചെയ്യണ്ടേ. ഉമ്മ തിരിച്ച് പറയണൊരു മറുപടി ഉണ്ട്, എൻ്റെ കുട്ടി പോയിക്കോ, എൻ്റെ കുട്ടീൻ്റെ ഒക്കെ ശരിയാവും, ഞാൻ പ്രാർത്ഥിക്കും, ഒക്കെ ശരിയാവും. ലോകത്തൊരു മനുഷ്യനും നമുക്ക് തരാൻ പറ്റാത്തൊരു കോൺഫിഡൻ്റാണത്. ഒരാൾക്കും തരാൻ പറ്റില്ല, അത് ഉമ്മക്ക് മാത്രം. ഉമ്മമാരോട് ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ, നിങ്ങളെ മക്കൾക്ക് വേണ്ടി മുസല്ലയിലിരുന്നിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഓള് ഫുൾ A+ കിട്ടണമെന്നല്ല നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പറഞ്ഞോളി, എനിക്കൊപ്പമൊന്നുമില്ല. മറിച്ച് എന്താ അറിയോ, എൻ്റെ മക്കളെ ഏറ്റവും നല്ല ദീനുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കണേ പടച്ചോനെ. മക്കൾ മുഖേന ദുനിയാവിൽ അപമാനിതരാകുന്നൊരവസ്ഥ പടച്ചോനെ ഞങ്ങൾക്ക് തരരുത്. അത്തരം ദൗർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം മനസ്സറിഞ്ഞ്. മക്കൾ ദീന് പഠിക്കാൻ. ഇതെന്താ അറിയോ, എന്ത് നമുക്ക് കിട്ടിയാലും ഏത് രംഗത്ത് നമ്മളെ മക്കൾ പോയാലും അവിടെ ഒക്കെ ഒലിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ പടച്ചോൻ്റെ ഒരു തൗഫീക്ക് വേണം. ആ തൗഫീക്ക് എവിടെ നിന്നാണ് കിട്ടുകയെന്നറിയോ? അത് പടച്ചോൻ കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മൾ പടച്ചോനോട് ചോദിക്കണം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നിടത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താ അറിയോ? ഈ കുട്ടികളൊക്കെ വാശി പിടിച്ചിട്ട് നമ്മളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുമല്ലോ, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, എനിക്കതെന്തായാലും വേണം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശല്യം സഹിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുട്ടി അതുപോലെ നമ്മൾ ചോദിച്ച് വാങ്ങണം പടച്ചോനോട് നമ്മുടെ ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് ഈ റമദാൻ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ളൊരു നോമ്പുകാരൻ്റെ പ്രാർത്ഥന പടച്ചോൻ തട്ടിക്കളിയില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പടച്ചോനോട് പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും പടച്ചോൻ തട്ടിക്കളിയില്ല. അത്ര നല്ല അവസരമാണ്. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക.